വോട്ട്. വോട്ട് എന്ന് പറയുന്ന വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുക, സാധാരണ സെൻറ്റൻസിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വേർഡിന് 3 രീതിയിൽ നമുക്ക് അർത്ഥം വെക്കാം. എങ്ങനെയൊക്കെ അത് കണ്ടോളി. ഒന്നാമത്താണ് ദ്, രണ്ടാമത്താണ് കാര്യം, മൂന്നാമത്താണ് എന്താണോ അത്. അതെ സാറേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു കുഴപ്പമില്ല, കണ്ടോളി, മനസ്സിലാക്കി തരാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ കേൾക്കാം. കണ്ടോളി. ഒന്നാമതാണ് ഡു, ചെയ്യൂ ആണല്ലോ. ഡു, ചെയ്യൂ. വോട്ട്, അവിടെ കിടന്നോട്ടെ, ഒന്നും ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ. അതിന് ശേഷമുള്ള ഒന്ന് വായിക്കാം. ഐ സേ. നമുക്കറിയാം ഐ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ആണല്ലോ, ഞാൻ പറയുന്നു. അപ്പൊ അതിൻ്റെ കൂടെ വോട്ട് വന്നതുകൊണ്ട് ഈ വോട്ടിന് ദ് എന്നുള്ള അർത്ഥമായി. അപ്പൊ എന്തായി? ഞാൻ പറയുന്നത്. ഓക്കെ ആണോ? എന്താണ് എന്ന് പറയാം? ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ആണല്ലോ. വോട്ട് എന്ന് പറയുന്ന വേർഡ് ഇതിന് കൂടെ വന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ദ് എന്നാണ്. അപ്പൊ എന്തായി? ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ചെയ്യൂ. ഡു what I say. ഡു what I say. ഞാൻ പറയുന്നത് ചെയ്യൂ. ഇനി ദ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് വേണ്ട, ഒരു കുഴപ്പമില്ല. കാര്യം പറഞ്ഞോളൂ. ഒന്നുകൂടി ഞാൻ പറയുന്ന കാര്യം എന്താണ്? ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്ന. എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ പറയുന്ന കാര്യം ചെയ്യൂ, അത്ര തന്നെ. ഇനി അതിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല വിചാരിക്കാം, ഒരു കുഴപ്പമില്ല. കണ്ടോളി, എന്താണോ അത്. ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ആണല്ലോ. ഇവിടെ വോട്ടിന് എന്ത് കൊടുത്തു? എന്താണോ അതെന്ന് അല്ലേ. അപ്പൊ ഞാൻ എന്താണോ പറയുന്നത് അത് ചെയ്യുന്നേ. എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ പറയുന്നത് എന്താണോ അത് ചെയ്യൂ. അപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്ക് വോട്ട് എന്ന് പറയുന്ന വേർഡിന് വെച്ചു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് രണ്ടാമത് നോക്കിയാലോ. പോരി, രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. രണ്ടാമത്തെ സെന്റൻസ് ആണ് ദിസ് ഈസ്. ഇതാണ്. ദിസ്, ഇത്, ഈസ് ആണ്. ദിസ് ഈസ്, ഇതാണ് എന്ത്? വോട്ട്. അവിടെ നിന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. അതിന് ശേഷം നോക്കാം. ഐ വോണ്ടഡ്. എന്താണ്? ഞാൻ ആഗ്രഹിച്ചിരുന്നത് അല്ലേ. ഐ വോണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു ആണല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണം, അങ്ങനെയും പറയാം. എനിക്ക് വേണം. ഐ വോണ്ടഡ്, വോണ്ടിന്റെ പാസ്റ്റ് ആണ് വോണ്ടഡ് എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ. ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ വോട്ട് വന്നുകൊണ്ട് ദ് എന്നുള്ള അർത്ഥം വന്നല്ലോ. അപ്പൊ എന്തായി? വോട്ട് ഐ വോണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്താണ്? ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇതാണ്. ദിസ് ഈസ് വോട്ട് ഐ വോണ്ടഡ്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾക്കിത് പറയാം. ദിസ് ഈസ് വോട്ട് ഐ വോണ്ടഡ് ഫ്രം യു. ഇതാണ് ഞാൻ നിന്നിൽ നിന്നും ആഗ്രഹിച്ചിരുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അതൊക്കെയാണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ല എന്നുള്ള കുഴപ്പമില്ല. ഇനി കാര്യം ഒന്ന് വെച്ച് നോക്കിയാലോ. നോക്കിയോളൂ. ദിസ് ഈസ്, ഇതാണ് വോട്ട് ഐ വോണ്ടഡ്. ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതാണ് എന്നായി. എന്താണ്? കാര്യം. ദിസ് ഈസ് വോട്ട് ഐ വോണ്ടഡ്. ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതാണ് എന്നായി. ഇനി അതിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞോളൂ, എന്താണോ അത് അല്ലേ. ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതാണിത്. ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതാണിത് എന്നായി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം, മൂന്നാമത്തെ. ഓക്കെ, ഇപ്പൊ ഏകദേശം കുറച്ചൊരു പിടികിട്ടല്ലോ. ഇനിയും പിടികിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വന്നോളി. യു ക്യാൻ ഈറ്റ്. നിനക്ക് കഴിക്കാം അല്ലേ. യു ക്യാൻ ഈറ്റ്, നിനക്ക് കഴിക്കാം. കഴിച്ചോളൂ എന്ന് കത്തും. നിനക്ക് കഴിക്കാം. എന്ത് കഴിക്കുന്ന അറിയോ? വാട്ട് യു ലൈക്ക്. യു ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആണല്ലോ. അപ്പൊ ഇത് വന്ന് വാട്ട് യു ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കഴിക്കാം. യു ക്യാൻ ഈറ്റ് വാട്ട് യു ലൈക്ക്. എക്സ്ക്യൂസ് മീ, യു ക്യാൻ ഈറ്റ് വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കഴിക്കാം. ഇനി കാര്യം വെച്ചോക്കൊള്ളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് കഴിക്കാം. അല്ല, ഈ സെൻറ്റൻസിൽ കാര്യം ഒരു മാച്ച് വരുന്നില്ല. വേണ്ട, ഒഴിവായിക്കോളൂ, ഇത് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസ് നോക്കാം. പോരി. യു കാൻ ഡു. നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്നല്ലേ. യു കാൻ ഡു, നിനക്ക് ചെയ്യാൻ കഴിയില്ല. യു കാൻ ഡു.
എന്ത് വാട്ട് അവിടെ ഒന്നും ചെയ്യണ്ട. ഐ ഡിഡ് എന്നർത്ഥം ഐ ഡിഡ് ഞാൻ ചെയ്തു ആണല്ലോ. ഐ ഡിഡ് ഞാൻ ചെയ്തു. ഫോർ ഹെർ അവൾക്ക് വേണ്ടി. അപ്പോൾ എന്തായി ഐ ഡിഡ് ഫോർ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തു അല്ലേ. ഇനി ഇവിടെ വോട്ട് വന്നത് കൊണ്ട് എന്താക്കാന്ന് അറിയോ, ആ വോട്ടിൻ്റെ അർത്ഥമാണ് ദ് എന്നാക്കി കൊടുക്കുക. അപ്പോൾ എന്തായി അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്നല്ലേ. എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് നിനക്ക് ചെയ്യാൻ കഴിയില്ല. യു കാൻ ഡു വാട്ട് ഐ ഡിഡ് ഫോർ ഹെർ. അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് നിനക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എന്താണ് സാർ ചെയ്തത്? ആദ്യമാട്ടെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഓക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് വോട്ട് എന്നുള്ള ആ ഒരു വേർഡിന് ദ് കാര്യം എന്താണോ അത് ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് അർത്ഥം വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതാ ഇവിടെയാണ് സംശയം. ഇതാക്കി കിടക്കുന്നു മക്കളെ. സംശയങ്ങൾ അവിടെ ഒന്നുമല്ല, ഇവിടെയാണ് സംശയം. ഇതാ പോരി. വാട്ട് ഐ നീഡ് ഐ നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം ആണല്ലോ. ഐ നീഡ് എനിക്ക് വേണം അല്ലേ. എനിക്ക് വേണം അല്ല എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ അർത്ഥം. എനിക്ക് ആവശ്യമുണ്ട്. ഐ നീഡ് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വോട്ടിൻ്റെ അർത്ഥം ഇത് വന്നല്ലോ. എന്തായി എനിക്ക് ആവശ്യമുള്ളത് എന്നായി. എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് ഈസ് സം റെസ്റ്റ്. എന്താണ് കുറച്ച് വിശ്രമമാണെന്ന് അല്ലേ. എന്താണ് എനിക്ക് ആവശ്യമുള്ളത് കുറച്ച് വിശ്രമമാണ്. വിശ്രമം. വാട്ട് ഐ നീഡ് ഈസ് സം റെസ്റ്റ്. എനിക്ക് ആവശ്യമുള്ളത് കുറച്ച് വിശ്രമം ആണെന്നാണ്. അപ്പോൾ സംശയം അതൊക്കെ ഓക്കെയാണ് സാറേ, അതൊക്കെ ഓക്കെയാണ്. ഒരു സംശയം അല്ല, നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലേ വോട്ട് എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിലാണ് വരിക ആണല്ലോ അല്ലേ. സാധാരണ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് വരിക, വോട്ട് വരിക. പക്ഷെ ഈ സെൻറ്റൻസിലും വോട്ട് എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് വോട്ട് ഇത് അല്ലെങ്കിൽ കാര്യം എന്നുള്ളതാണോ അത് ചോദ്യം ചോദിക്കാനുള്ള എന്ത് എന്നുള്ള അർത്ഥമാണോ? എങ്ങനെ തിരിച്ചറിയാം? സംശയം ഉണ്ടല്ലോ. ഉണ്ട് ഇതാ കണ്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളി മക്കളെ. വോട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഈസ്, ആം, ആർ, അതുപോലെ ഹാസ്, ഹാവ്, ഷാൽ, വിൽ, ക്യാൻ ഇതുപോലെയുള്ള ഹെൽപ്പിംഗ് വെർബ് വരണം, വന്നിരിക്കണം, വന്നേ പറ്റൂ, എന്നാലേ ചോദ്യമാവൂ. എന്താ പറഞ്ഞേ വോട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം നിർബന്ധമായിട്ടും അവിടെ ഈസോ, ആമോ, ആറോ, ഹാസോ, ഹാവോ, ഷേളോ, വില്ലോ, ക്യാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബ് വന്നേ പറ്റൂ. വന്നാൽ മാത്രമേ ചോദ്യമാവൂ. അല്ലാതെ വോട്ടിന് ശേഷം നേരെ ഇതുപോലെ ഐ, ഷീ, ഹി, യു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ചോദ്യമല്ല. അത് പറയാ. സംശയം തീർന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അത് ഓക്കെയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. ഇതാ വോട്ട് ഷീ ആണോ. വോട്ടിന് ശേഷം ഷീ വന്നു, ചോദ്യമല്ല, ഒരിക്കലും അല്ല. ഒന്നായി വോട്ട് ഷീ സെഡ് ഉണ്ടോ. ഷീ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞു എന്നാണ് ആണല്ലോ. അവൾ പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ വോട്ട് വന്നതുകൊണ്ട് നമുക്ക് ദ് എന്നുള്ള അർത്ഥം വെച്ച് കൊടുക്കണം. അപ്പം എന്തായി അവൾ പറഞ്ഞത് എന്താണ് അവൾ പറഞ്ഞത് എന്താണ് ശരിയായിരുന്നു എന്നായി അല്ലേ. വാസ് ആയിരുന്നു, ട്രൂ ശരി. അപ്പം അവൾ പറഞ്ഞത് ശരിയായിരുന്നു. വാട്ട് ഷീ സെഡ് വാസ് ട്രൂ. അതെ ഇന്നലെ അവൾ പറഞ്ഞില്ലടാ. ഇന്നലെ അവൾ പറഞ്ഞു ശരിയായിരുന്നു. വാട്ട് ഷീ സെഡ് വാസ് ട്രൂ യെസ്റ്റർഡേ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. ഇനി ഇവിടെ കാര്യം വെച്ച് നോക്കാം. അങ്ങനെ അതാ ഷീ സെഡ് വാട്ട് ഷീ സെഡ് അവൾ പറഞ്ഞ കാര്യം അല്ലേ. അവൾ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ എന്താണോ അവൾ പറഞ്ഞത് അത് ശരിയായിരുന്നു എന്നായി. ഈ 3 അർത്ഥവും നമുക്ക് വെക്കാവുന്നതാണ്. ഏതാണോ മാച്ചിങ് അത് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത് സംശയം ഒന്നുകൂടി. അപ്പോൾ ഇവിടെ ഇതും ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കിയതാ വോട്ട് ഐ. വോട്ട് എന്ന് പറഞ്ഞ വേർഡിന് ശേഷം ഐ ആണ് വന്നത്, അല്ലാതെ ഹെൽപ്പിംഗ് വെർബ് ഈസ്, ആം, ആർ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചോദ്യമല്ല. അപ്പോൾ വാട്ട് ഐ വോണ്ട് ഇവിടെ ഉണ്ടോ. ഐ വോണ്ട് അല്ലേ, ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വേണമെന്നൊക്കെ പറയാം. ഓക്കെ. ഐ വോണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താഗ്രഹിക്കുന്നു അറിയോ. വോട്ട് വന്നോണ്ട് വാട്ട് ഐ വോണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടതൊക്കെ പറയാം.
ഐ വോണ്ട് എനിക്ക് വേണം അല്ലേ, ഐ വോണ്ട് എനിക്ക് വേണം. വോട്ട് എന്നല്ലോ, വോട്ട് ഐ വോണ്ട് എനിക്ക് വേണ്ടത് ഈസ് എ കപ്പ് ഓഫ് ടീ. എനിക്ക് വേണ്ടത് ഒരു കപ്പ് ചായയാണ്. എനിക്ക് വേണ്ടത് ഒരു കപ്പ് ചായയാണ്. അപ്പോൾ എന്താണ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ് എന്നർത്ഥം. വോട്ട് ഐ വോണ്ട് ഈസ് എ കപ്പ് ഓഫ് ടീ. എനിക്ക് വേണ്ടത് ഒരു ചായയാണ്, ഒരു കപ്പ് ചായയാണ്. ഇനി കാര്യം വെച്ച് നോക്കണം, ചോദിക്കരുതാ എനിക്ക് വേണ്ട കാര്യം ഒരു കപ്പ് ചായയാണ്. അപ്പോൾ അവിടെ കാര്യം മാച്ച് ആവുന്നില്ല, വേണ്ടെന്ന് മറ്റു വെച്ചോളൂ. എന്താണ് എന്താണോ എനിക്ക് വേണ്ടത് അതെന്താണ്, ഒരു കപ്പ് ചായയാണ്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഏതാണ്, ദ് അല്ല അല്ലേ. ദ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് അല്ലേ. എന്താണ് കണ്ടുള്ളി, വോട്ട് ഐ വോണ്ട് എനിക്ക് വേണ്ടത് ഒരു കപ്പ് ചായയാണ്. അപ്പോൾ അത് ഓക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി. സാർ പിടികിട്ടി. അടുത്ത് വോട്ട്. ഇവിടെ ഉണ്ടോ, വോട്ട് എന്ന് പറഞ്ഞ വേർഡിന് ശേഷം എന്താ വന്ന്, ഹി ആണ് വന്നത്, അല്ലാതെ ഈസന്മാരല്ല, ഹി ആണ്. അപ്പം അതുകൊണ്ട് ഇത് ചോദ്യമല്ല. വോട്ട് ഹി ടോൾഡ് മീ. ഹി ടോൾഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞു എന്നാണ്, ആണല്ലോ. അപ്പോൾ വോട്ട് വന്നുകൊണ്ട് എന്തായി, ഇത് നാക്കി കൊടുത്തി. അവൻ എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ കാര്യം വെക്കണം. ചോദിച്ചോളൂ, അവൻ എന്നോട് പറഞ്ഞ കാര്യം സർപ്രൈസ്ഡ് മീ, എന്നെ എന്താക്കി, അത്ഭുതപ്പെടുത്തി എന്നായി. സർപ്രൈസ്ഡ്, അത്ഭുതപ്പെടുത്തി എന്നെ. എടാ അവൻ എന്നോട് പറഞ്ഞ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ അവൻ എന്നോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇനി അവൻ എന്താണോ എന്നോട് പറഞ്ഞത് അത് എന്നെ അത്ഭുതപ്പെടുത്തി. എങ്ങനെ പറയാം? ഓക്കെ ആണല്ലോ? സംശയമുണ്ടോ? ഇത് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാട്ടല്ല. എങ്ങനെ തിരിച്ചറിയാം? വാട്ടിന് ശേഷം എന്താണ്, ഹീ ഷീ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഈ സെമാർ അല്ല. ഇനി നമുക്ക് അടുത്ത് ഒരു 2-3 സെന്റൻസ് അതുകൊണ്ട് കഴിഞ്ഞ് 2-3 സെന്റൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കണ്ടോളി. ഒരു 3 സെന്റൻസ് ഉള്ളൂ, എവിടേക്ക് പോകണ്ട, ശ്രദ്ധിച്ച് കേട്ടോളി. I didn't understand. എനിക്ക് മനസ്സിലായില്ല. എന്ത്? വേർഡ്. അവിടെ നിന്നോട്ടെ ഒന്നും ചെയ്യണ്ട. യു സെഡ്. നമുക്കറിയാം യു സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞു എന്നാണല്ലോ. അപ്പോൾ വേർഡ് വന്നുകൊണ്ട് ഇത് നാക്കി എന്തായി, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. I didn't understand what you said എന്ന് പറഞ്ഞു നോക്കൂ. I didn't understand what you said. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ദ് എന്നുള്ള അർത്ഥമാണ്. ദ് നീ കാര്യം എന്നൊക്കെ പറയാമെന്ന് കേട്ടോ, എന്നാലും ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. നീ എന്താണോ പറഞ്ഞത് അത് എനിക്ക് മനസ്സിലായില്ല അല്ലേ. വളരെ സിമ്പിളായിട്ട് സ്പോക്കൺ ഭാഷയിൽ നമ്മൾ ദ് എന്നാണ് പറയുക. ദ് അതുകൊണ്ടാണ് പറയുന്നത് ദ്. നിങ്ങൾ പറഞ്ഞ ദ് ഉണ്ടോ, ദ്. ഇനി അടുത്ത കളിതാ, ഐ നോ എനിക്കറിയാം വാട്ട് യു വോണ്ട്. നിങ്ങൾക്ക് വേണം അല്ലേ, നിങ്ങൾക്ക് വേണം. അപ്പോൾ എന്തായി, വോട്ട് വന്നുകൊണ്ടായി നിങ്ങൾക്ക് വേണ്ടത് എന്നായി. നിങ്ങൾക്ക് വേണ്ടത് എനിക്കറിയാം, നിനക്ക് വേണ്ടത് എനിക്കറിയാം. ഇനി അവസാനത്തെ ഒന്നും കൂടി കണ്ടോളി. വാട്ട് ഷീ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി എന്നാണ് അല്ലേ. എന്താണ്, വാങ്ങി. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോളി, ഷീ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വാങ്ങി ആണല്ലോ. ഇവിടെ വോട്ട് വന്നുകൊണ്ട് ഇത് ആക്കി മാറ്റി. അപ്പോൾ എന്തായി, വാട്ട് ഷീ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വാങ്ങിയത് വാസ് ആയിരുന്നു. അവൾ വാങ്ങിയതായിരുന്നു എന്തായിരുന്നോ, വെരി എക്സ്പെൻസീവ്, വളരെ വില കൂടിയതായിരുന്നു. അവൾ വാങ്ങിയത് വളരെ വില കൂടുതലായിരുന്നു. എന്താണ്, അവൾ വാങ്ങിയത് വളരെ വില കൂടുതലായിരുന്നു എന്നായി. ഓക്കെ ആണല്ലോ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, നോർമൽ സെൻറ്റൻസിൽ വോട്ട് എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് അർത്ഥം വെക്കാവുന്നതാണ്. ഒന്നാമത്താണ് ദ്, രണ്ടാമത്താണ് കാര്യം, മൂന്നാമത്താണ് എന്താണോ അത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, ഏതാണോ കൂടുതൽ മാച്ചിങ് ആവുന്നത് അത് ഉപയോഗിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ. സോ താങ്ക് യു എവ്രി വൺ.